ഹായ്. എമ്പുരാൻ്റെ ഒരു റിസൾട്ട് കുറേയധികം പേര് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയത് ഇവിടെ പ്രവീൺ രവി എന്ന് പറയുന്ന ഇവൻ പറയുന്നതിലാണ്. നിങ്ങളോട് നമ്മൾ ഇതിൽ കൂടുതൽ എവിഡൻസ് ഒന്നും വെച്ചൊരു കാര്യവും പറഞ്ഞു തരാനാകത്തില്ല കേട്ടോ. ഞാനിപ്പോഴും റീസെൻ്റ്ലി പല പ്രാവശ്യവും റിപ്പീറ്റഡ്ലി പറയുന്ന ഒരു കാര്യമാണ്, സംഘടിതരാവൂ, ശക്തരാവൂ എന്നുള്ളതാണ്. നിങ്ങളെ പറ്റിക്കാനും നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുതികാല് വെട്ടാനും നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ നിങ്ങൾ തിരിച്ചറിയുകയും വേണമെന്നുള്ളതായിരുന്നു ഞാൻ പലപ്പോഴും റിപ്പീറ്റ് ചെയ്തൊരു വസ്തുത. അതിൽ ഈ പ്രവീൺ രവിയുടെ ജോബും അതിനോട് റിലേറ്റ് ചെയ്തിട്ട് അയാൾ നിൽക്കുന്ന പൊസിഷനും ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്ന് എടുത്ത് റിപ്പീറ്റഡ്ലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കേൾക്കാൻ തയ്യാറല്ല, അതിനെതിരെ ഒരു ആക്ഷനും ഇല്ല. ഇപ്പം അറബികളുടെ സെക്യൂരിറ്റി ഒന്നും നമുക്ക് ഓഫർ ചെയ്യാൻ ഒക്കത്തില്ല. പക്ഷെ നമ്മളെ കുട്ടികൾ അവിടെ വന്നാൽ ജോലി ഇല്ലാതാക്കാൻ ഇവനെ പോലുള്ളവർക്ക് സാധിക്കും എന്നുള്ളത് തിരിച്ചറിവാണ്. ഇവൻ ഇരിക്കുന്നത് ഏതാണ്ട് HR ഡിപ്പാർട്ട്മെന്റിലാണ്. HR ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവിടെ ജോലി ഇല്ലാണ്ടാക്കാൻ അവനെ കൊണ്ട് സാധിക്കും എന്നുള്ളത് തിരിച്ചറിവാണ്. ഇതിൽ കൂടുതൽ വ്യക്തമായി നിങ്ങളോട് എങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയത്തില്ല. ഇവൻ പറഞ്ഞ മാനിപ്പുലേഷൻ നിങ്ങളെല്ലാം വിശ്വസിച്ചു എന്നുള്ളത് അവൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഇവൻ എഴുതിയിരിക്കുന്ന മുഴുവന് എമ്പുരാനെ പറ്റിയാണ്. അപ്പം ഇവൻ അത് അവൻ്റെ സ്വന്തം സ്വാതന്ത്ര്യത്തിൽ അവൻ എന്തൊക്കെയോ കണ്ടുപിടിച്ചു. അവൻ്റെ ആ വാക്കുകളിൽ വരികൾക്കിടയിൽ വായിച്ചാൽ മാത്രം മനസ്സിലാക്കാവുന്ന വളരെ വ്യക്തമായ അവൻ്റെ രാഷ്ട്രീയം അവിടെ ഉണ്ട്, അവൻ്റെ സംഗീസം. അപ്പം അവൻ അതിനേക്കാൾ ഉപരി അവൻ്റെ കമൻറ്റ് ബോക്സിൽ അവൻ ഇട്ട ഒരെണ്ണം ഞാനൊന്ന് വായിക്കാം. സത്യം പറഞ്ഞാൽ ഫേസ്ബുക്കിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചതല്ല. ആണോ? അതെന്താ ഫേസ്ബുക്ക് ഇട്ടിട്ട് ഓടിയത്? അപ്പോൾ അതിനകത്തുനിന്ന് വ്യക്തമല്ലേ അവൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഇത്. പക്ഷേ ഇങ്ങനെ എഴുതാൻ വേറെ സ്പേസ് ഇല്ല. എഴുതാതിരുന്നാൽ നമ്മുടെ ആ ഫ്ലോ അങ്ങ് പോകും. അതുകൊണ്ട് ഇടയ്ക്കിടെ വരാം. ഫേസ്ബുക്ക് എൻ്റെ ഒരുപാട് സമയം കളയുന്നു. മാത്രമല്ല എഴുതുന്നതൊക്കെ പലപ്പോഴും ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നു. ഏത് ആള് സംഖ്യയല്ലെന്നാണ് പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്തതാണ് അത്ര. അത് അവനിക്കെതിരെ ഉപയോഗിക്കുന്നു. എൻ്റെ തൊഴിൽ കളയാനും മറ്റും ആളുകൾ ശ്രമിക്കുന്നു. നിന്റെ തൊഴിൽ കളയണം എന്നുള്ളതാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അബുദാബിയിലുള്ള എന്നെ കാണുന്ന ഏതെങ്കിലും അസോസിയേഷൻസോ എന്തെങ്കിലും ഇവൻ്റെ തൊഴിൽ കളയുക എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്ത കാര്യം. കാരണം അവൻ ചെയ്യുന്ന ഏറ്റവും വൃത്തികെട്ട കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അവനൊരു സംഖ്യയാണ്. അവൻ അവിടെ ഇരുന്നുകൊണ്ട് ഫണ്ട് ശേഖരിച്ച് ആ ഫണ്ട് ഉപയോഗിച്ച് ഇസ്ലാമിയരെ അടിക്കാനാണ് കൊടുക്കുന്നത്. ഇവൻ ആരിഫ് ഹുസൈൻ്റെ ഉറ്റ സുഹൃത്താണ്. നിങ്ങൾ ഇവന് തൊഴിൽ കൊടുത്ത് നിങ്ങൾക്കൊപ്പം ചേർത്ത് നിർത്തുകയാണെങ്കിൽ ആരിഫ് ഹുസൈൻ പറയുന്നത് സത്യമാണ് എന്നുള്ളതാണ് വസ്തുത. ആരിഫ് ഹുസൈൻ ചെയ്യുന്നത് ശരിയാണെന്ന് അംഗീകരിക്കുന്ന ഒരുത്തനാണ് ഇവനെന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ആ നിരീക്ഷണത്തിൽ ഇപ്പോഴും മാറ്റമില്ല. അതായത് അങ്ങനെ വളരെ ടോക്സിക്കായ ഒരു സ്ഥലമായാണ് ഫേസ്ബുക്ക് എനിക്ക് ഫീൽ ചെയ്യപ്പെട്ടത്. ആ നിരീക്ഷണത്തിൽ ഇപ്പോഴും മാറ്റമില്ല. അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും ചില കുറിപ്പുകളുമായി വരാം എന്ന് കരുതുന്നു. എങ്കിലും ഞാൻ മാറി നിന്നപ്പോൾ പലരും മെസ്സേജ് അയച്ചു സുഖവിവരങ്ങൾ തിരക്കി. അവരോടെല്ലാം വളരെ നന്ദി. എഴുത്തുകളിലൂടെയും വീഡിയോകളിലൂടെയും മാത്രം എന്നെ കണ്ട് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളും ഉണ്ടെന്നറിയുന്നത് ഇപ്പോഴും സന്തോഷമാണ്. ശരി, ഞാൻ ഇവൻ്റെ നമ്പർ ഇവിടെ ചേർത്ത് വയ്ക്കാം. നിങ്ങൾ അവനെ കോണ്ടാക്ട് ചെയ്യുക ആൻഡ് ടോക്ക് ടു ഹിം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് കളവായി തോന്നുകയാണെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നത് നിർത്തിവെച്ച് അൺസബ് ചെയ്തിട്ട് പോയിക്കോളൂ, ഒരു കുഴപ്പവുമില്ല. പക്ഷേ ഞാൻ കൃത്യമായി പറയുകയാണ്, അവനൊരു സംഖ്യയാണ്, തീട്ട സംഖ്യയാണ്. ഈ തീട്ട സംഖ്യ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ആരിഫ് ഹുസൈനെയാണ്. ആരിഫ് ഹുസൈനെ പോലുള്ള എച്ചിൽ മുസ്ലിമുകൾക്ക് സപ്പോർട്ട് കൊടുക്കുകയും ഫണ്ട് കൊടുക്കുകയും ചെയ്യുന്ന ഒരു തേർഡ് റേറ്റ് ക്രിമിനലാണ് ഈ പറയുന്ന പ്രവീൺ രവി. അത് കൃത്യമായ തെളിവ് ഉൾപ്പെടെ ഞാൻ കൊണ്ടുവന്ന് തന്നിട്ട് വീണ്ടും അവനിക്ക് ആ ധൈര്യം കൊടുത്ത് അവൻ വീണ്ടും ഫേസ്ബുക്കിൽ വന്ന് ഈ ഉണ്ണാക്കി വർത്തമാനം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത ആക്ഷൻ നത്തിങ് ആണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇവൻ പറയുന്നുണ്ട് എൻ്റെ ജോലി കളയാൻ ശ്രമിക്കുന്നുണ്ട്, ഞാൻ ജോലി നഷ്ടപ്പെടുന്നത് നോക്കുന്നു, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുന്നതിനെ പറ്റി വറീഡ് ആവുന്നു, ഇങ്ങനെ ഇത്യാദി കുറേ കുത്സിതങ്ങൾ അവൻ പറയുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് അവൻ്റെ ജോലി നഷ്ടപ്പെടുത്തുക എന്നുള്ളതല്ല, പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജോലി നിഷേധിക്കുന്ന ഒരു പരിപാടിയിൽ ആ ഒരു പൊസിഷനിലാണ് ഇവൻ ഇരിക്കുന്നത്. 2, അവൻ അവിടെ ഇരുന്നു കൊണ്ട് സമ്പാദിക്കുന്നത് പൈസ അവൻ ഉപയോഗിക്കുന്നത് എക്സ് മുസ്ലിമുകളെ ഊട്ടി ഉറപ്പിക്കാനും അവർക്ക് ആരം കൊടുക്കാനുമാണ്. അത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള മാനസിക വലിപ്പം നിങ്ങൾ കാണിക്കണം. സംഗി രവിയുടെ ചേഴാറനാണ് ഇവൻ. ആ രവിയുടെ കസിനായ ഇവൻ അവൻ്റെ ബന്ധുത്വം ഉപയോഗിക്കുന്നതും നമ്മളെ പോലുള്ളവരെ അടിക്കാൻ തന്നെയാണ്.
ഇസ്ലാം മതവിഭാഗത്തിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്കെതിരെ സംസാരിക്കുന്ന ഒരു വിഭാഗം ജനതയ്ക്കൊപ്പം നിൽക്കുന്ന ഇവനെ അവിടെ ഇത്രയും നല്ലൊരു പൊസിഷൻ കൊടുത്ത് ഇരുത്തണമോ വേണ്ടയോ എന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബോധമില്ലാത്ത ഇസ്ലാമിയരോട് ഒന്നും പറയല്ല. മതമൈത്രി പറഞ്ഞ എൻ്റെ അടുത്ത് വരല്ലേ. മതമൈത്രി പറയുന്നത് ഹിന്ദു മതവിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണ്, സംഘികൾക്ക് വേണ്ടിയിട്ടല്ല. നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയെയോ ഹിന്ദു മത വിശ്വാസിയെയോ ആ പൊസിഷനിൽ ഇരുത്തുന്നതിൽ എനിക്ക് ഒരു ഒബ്ജക്ഷനും ഇല്ല. പക്ഷെ ഒരു സംഘിയെ അവിടെ അങ്ങനെ ഇരുത്തി കഴിഞ്ഞാൽ ആ നിങ്ങൾ ഈ പറയുന്ന അവൻ അല്ലെങ്കിൽ അവൻ തൊഴിലെടുക്കുന്ന സ്ഥലങ്ങളിൽ ഇവൻ അവിടെ അപ്പോയിൻമെന്റ് ആയ ശേഷം ഏതെങ്കിലും ഒരാൾ ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ നിന്ന് അവിടെ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ വ്യക്തമാകും എന്താണ് ഞാൻ പറഞ്ഞത്. ഒരു കാരണവശാലും ഒരു മനുഷ്യർക്കും അടുപ്പിക്കാൻ പറ്റാത്ത അക്കവണ്ണം മനസ്സിൽ വിഷം ഉള്ള വൃത്തികെട്ട വിഭാഗമാണ് സംഘികൾ എന്നുള്ളത് തിരിച്ചറിവാണ്. വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക. ഇനി ഈ റിക്വസ്റ്റുമായി ഞാൻ വരികയില്ല. ഇതെന്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത് റിലേറ്റഡ് ആയിട്ട്. ആക്ഷൻ എടുക്കാൻ വൈകുന്നിടത്ത് നിങ്ങൾ തോൽപ്പിക്കുന്നത് നിങ്ങളെ തന്നെയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. സംഘികൾക്ക് കയറി മേയാനുള്ള സ്ഥലമല്ല ഈ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ. അത് ആ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനെ ബാധിക്കും. ഞാൻ എന്തായാലും ആഭ്യന്തര ഡിപ്പാർട്ട്മെന്റിന് ഒരു കത്ത് എഴുതുന്നുണ്ട്. അതിൻ്റെ ഒപ്പം അവിടെയുള്ള മലയാളികൾ അസോസിയേഷൻ മെമ്പേഴ്സുമായി കണ്ടിട്ട് ഈ വിഷയത്തിൽ തീരുമാനം എടുക്കണമെന്ന് നിർബന്ധമായും പറയുക. റിക്വസ്റ്റ് ആണ്. സംഘികൾക്ക് സപ്പോർട്ടീവായി നിൽക്കുന്ന ഒരു വ്യക്തി എന്നതിലുപരി എക്സ് മുസ്ലിമുകളെ സപ്പോർട്ട് ചെയ്യുകയും അവർക്ക് ഫണ്ട് കൊടുക്കുകയും അവരെ നിലനിർത്തുകയും ഇസ്ലാമിയർക്കെതിരെ സംസാരിക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു വൃത്തികെട്ടവനെ അവിടെ നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യം നടത്തണമോ വേണ്ടയോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. എനിക്കിതിൽ കൂടുതൽ ഒരു എക്സ്പ്ലനേഷൻ തരാനില്ല. ഫൈനൽ വീഡിയോ. താങ്ക് യു സോ മച്ച്. എടാ നാണമുണ്ടാടാ നോണ പറഞ്ഞിട്ട് അവിടെ കയറി കടിച്ചു തൂങ്ങാൻ. നീ സംഖ്യയില്ലടാ. നീ തന്നെ പറഞ്ഞില്ലേ നീ തീട്ട സംഖ്യയാണെന്ന്. പിന്നെ നീ എന്തിനാടാ? നിനക്കത് പ്രിവിലേജ് അല്ലേ? തീട്ട സംഖ്യക്ക് എന്താടാ മുസ്ലിം രാജ്യത്ത് കാര്യം?